Good morning, students. Then we have already discussed the linear programming simplex method and it's the theoretical aspects of the simplex method. So it's one of the limitation of graphical method. It's only to accommodate two variables, but the simplex method, the linear programming problems with two or more or than two variable can be solved by using this method. And its different procedures are already discussed, the different terms and different steps to construct a simple method or construction of a simple tables. So this construction concept is known as index row. So index row is equal to Cj index row, that is index row represent has the pyramid J. So index row is equal to Cj minus Zj. We have already discussed in the previous class test of optimally ways. Then the first question. A company make two products, namely P and Q. Processing of this product is done on two machines. The time required by each product and total time available for each machine are as follows. Machine 1 and machine 2 products P, Q. Time required, time available. Machine 1 product P, 2 product Q 4, time available 12. Machine 2 product P 8, product Q 6, time available 24. Profit gained by the company from 1 unit of product P is rupees 40 and from 1 unit of product Q is rupees 10. Find the number of units of the two products to be made in order to have a maximum profit. Question ഇത്രയേ ഉള്ളൂ. ഒരു കമ്പനി രണ്ട് പ്രൊഡക്ട്സ് ഉണ്ടാക്കുകയാണ്, പിയും ക്യൂവും. പ്രോസസ്സിംഗ് ഓഫ് ദ പ്രൊഡക്റ്റ് ഈസ് ഡൺ ഇൻ ടു മെഷീൻ. ആ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് മെഷീന് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എങ്ങനെയാണ്? ടൈം റിക്വയർഡ് ബൈ ഈച്ച് പ്രൊഡക്ട്സ് ആൻഡ് ടോട്ടൽ ടൈം അവൈലബിൾ ഫോർ ഈച്ച് മെഷീൻ. ഓരോ മെഷീനും ഉള്ള ടോട്ടൽ ടൈമും ഓരോ മെഷീനും എത്ര ടൈം എടുക്കുന്നുണ്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള ഡീറ്റെയിൽസ് ആണ് താഴെ തന്നത്. മെഷീൻ 1 മെഷീൻ 2 ഉണ്ട്, പ്രൊഡക്റ്റ് പിയും ക്യൂ ഉണ്ട്. അതിൻ്റെ ഓരോന്നിനും സിംഗിൾ ടൈം പറഞ്ഞിട്ടുണ്ട്. ടോട്ടൽ ടൈം അവൈലബിൾ ഒരു മെഷീനിൽ എത്ര ടൈം ഉണ്ട്. അപ്പം മെഷീൻ 1 ആണെങ്കിൽ P2 ക്യൂ 4 ടോട്ടൽ ടൈം മെഷീൻ 1 എടുക്കുന്നത് 14 ആണ്. മെഷീൻ 2 ആണെങ്കിൽ പി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ 8 ഹവേഴ്സും ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ചിലപ്പോൾ 6 ഹവേഴ്സ് എടുക്കുന്നുണ്ടാവും. ടോട്ടൽ അവൈലബിൾ ടൈം 24. മെഷീൻ 2ന്റെ ടോട്ടൽ അവൈലബിൾ ടൈം 24. എന്താ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? പ്രോഫിറ്റ് ഗെയിൻഡ് ബൈ ദ കമ്പനി ഫ്രം 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് പി ഈസ് 14. ആ ഒരു കമ്പനിക്ക് ഒരു യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് പി വിറ്റ് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 14 റുപ്പീസ് കിട്ടും. ആൻഡ് ഫ്രം 1 യൂണിറ്റ് ഓഫ് പ്രൊഡക്റ്റ് ക്യൂ ഈസ് റുപ്പീസ് 10. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഒരു യൂണിറ്റ് വിറ്റ് കഴിഞ്ഞാൽ 10 കിട്ടും. ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ടു പ്രൊഡക്ട്സ് ടു ബി മെയ്ഡ് ഇൻ ഓർഡർ ടു ഹാവ് എ മാക്സിമം പ്രോഫിറ്റ്. അപ്പം നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പ്രൊഡക്ട്സുകളും മാക്സിമം എത്ര നമ്പർ വിൽക്കേണ്ടി വരും, അല്ലെ? ഫൈൻഡ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ്, എത്ര നമ്പർ ഓഫ് യൂണിറ്റ് രണ്ട് പ്രൊഡക്ട്സും ഉണ്ടാക്കണം നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ. അപ്പം ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ എത്ര പ്രൊഡക്റ്റ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം, അതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? ഇനി സൊല്യൂഷനാണ്. നമ്മൾ ആദ്യം നേരത്തെ ചെയ്ത പോലെ തന്നെ, ഗ്രാഫിക്കൽ മെത്തേഡ് ചെയ്ത പോലെ തന്നെ ആദ്യം ഓരോന്നിനും പേര് കൊടുക്കണം, ഈക്വൽ ആക്കണം. ഇനി അങ്ങോട്ടാണ് മാറ്റുള്ളൂ. ലെറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് പി ഈസ് ഈക്വൽ ടു x1. ഇതൊക്കെ നേരത്തെ ചെയ്താണ്. ലെറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രൊഡക്റ്റ് ക്യൂ ഈസ് ഈക്വൽ ടു x2. ഇക്വേഷൻ എഴുതാം. മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം പ്രോഫിറ്റ് ആണ് ഇക്വേഷൻ. സോ z ഈസ് ഈക്വൽ ടു പി എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ മാക്സിമം പ്രോഫിറ്റ് 14, ക്യൂയുടെ മാക്സിമം പ്രോഫിറ്റ് 10. ചെയ്തൂടെ? z ഈസ് ഈക്വൽ ടു 14x1 പ്ലസ് 10x2. ഇനി നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കാം. സബ്ജക്റ്റ് ടു 2x1 ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നോക്കൂ. പിയെ നമ്മൾ എക്സും എടുത്ത് ക്യൂവിനെ എന്തും എടുത്ത് x2 എടുത്ത്. സോ ചെയ്തൂടെ? 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12. ഇതാ 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12. കാരണം 12 കൂടാൻ പാടില്ല, കാരണം മാക്സിമം ടൈം അവൈലബിൾ എത്രയാ? 12 ആണ്. ഇനി അടുത്ത കൺസ്ട്രെയിൻസ് എന്തുണ്ടാക്കാം? 8x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 24. നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി. സോ സബ്ജക്റ്റ് ടു 2x1 plus 4x2 less than or is equal to 12. Number 1 constraint. 8x1 plus 6x2 less than or is equal to 24. Second constraints.
ഇനി നമ്മൾ കൺസ്ട്രെയിൻസിനെ ഈക്വൽ ആക്കി മാറ്റണം. അടുത്ത പരിപാടി ഏതാ? കൺസ്ട്രെയിൻസ് ഇൻ ദ എബോവ് പ്രോബ്ലം ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇക്വാലിറ്റീസ്. സോ സ്ലാക്ക് വേരിയബിൾ ഈസ് ടു ബി ഇൻട്രൊഡ്യൂസ്ഡ്. അതിന്റെ കൂടെ സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു, രണ്ടിന്റെ സിമ്പിൾ നോക്കൂ, രണ്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ഏത് വേരിയബിളാ വരിക? സ്ലാക്ക് ആണോ അതോ നമ്മളെ ഈ സ്ലാക്ക് വേരിയബിൾ ആണോ വരിക, അതുപോലെ തന്നെ നമ്മളെ സർപ്ലസ് വേരിയബിൾ ആണോ വരിക? ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആകുമ്പോൾ സ്ലാക്ക് വേരിയബിൾ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആകുമ്പോൾ സർപ്ലസ് വേരിയബിൾ. മറന്നു പോകരുതേ. ദെൻ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു വരുമ്പോൾ സ്ലാക്ക് വേരിയബിൾ വരുമ്പോൾ S1 അല്ലെ S2 ആഡ് ചെയ്യും. ദെൻ അതുപോലെ തന്നെ സർപ്ലസ് വേരിയബിൾ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ ഈസ് ഈക്വൽ ടു വരുമ്പോൾ സർപ്ലസ് വേരിയബിൾ വരും. സർപ്ലസ് വേരിയബിൾ ആകുമ്പോൾ S1 S2 എല്ലാം എന്ത് ചെയ്യും? മൈനസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണോ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആണോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു. സോ ലെസ് ദാൻ ഈക്വൽ ടു ആകുമ്പോൾ സ്ലാക്ക് വേരിയബിൾ എന്ത് ചെയ്യും? ഇൻട്രൊഡ്യൂസ് ചെയ്യും. സ്ലാക്ക് വേരിയബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ആഡ് ചെയ്യും അല്ലേ? S1 ആഡ് ചെയ്യും. അപ്പോൾ ഇവിടെ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ട്. S1 ഒന്നാമത്തെ കൺസ്ട്രെയിൻസിന് കൊടുക്കും, S2 രണ്ടാമത്തെ കൺസ്ട്രെയിൻസ് കൊടുക്കും. നമുക്ക് ഇക്വേഷനിൽ ചെറിയൊരു മാറ്റം വരുത്തി എഴുതാം. ഞാൻ എഴുതാം 2x1 പ്ലസ് 4x2 പ്ലസ് S1 ഈസ് ഈക്വൽ ടു 12. ഈക്വൽ ടു ആക്കണല്ലോ. S1 ഈസ് ഈക്വൽ ടു 12 ഒന്നാമത്തെ കൺസ്ട്രെയിൻസ് ആയി, ഒന്നാമത്തെ കൺസെപ്റ്റ് ആയി. രണ്ടാമത്തതോ 8x1 പ്ലസ് 6x2 പ്ലസ് S2. S1 നേരത്തെ എഴുതിയോണ്ട് നമ്മൾ S2 എഴുതും. S2 രണ്ടാമത്തെ കൺസ്ട്രെയിൻ ആണല്ലോ. S2 ഈസ് ഈക്വൽ ടു 24. നമ്മൾ രണ്ട് കൺസ്ട്രെയിൻസ് ഉണ്ടാക്കി. ഇനി നമുക്ക് ഇതിനകത്ത് ചെറിയ ചെറിയ മാറ്റം വരുത്തണം സിംപ്ലക്സ് മെത്തേഡ് ആക്കണമെങ്കിൽ. സോ ദാറ്റ് ഈസ് 2x1 പ്ലസ് 4x2 പ്ലസ് 1s1 പ്ലസ് 0s2. കാരണം ഒരു S1 ആണ് നമ്മൾ അവിടെ എഴുതിയിട്ടുള്ളൂ, S2 അവിടെ ഉണ്ട്, പക്ഷെ S2 0 ആയതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു വേരിയബിൾസ് ഒരു സ്ലാക്ക് എപ്പോഴും നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ 3 പ്ലസ് എം പ്ലസ് എൻ ആണ്. അപ്പൊ എമ്മിന്റെ കൂടെ എന്നും വേണം എന്ന് പറഞ്ഞാൽ ഒരു 1s1 വരികയാണെങ്കിൽ 0s2 അതിന്റെ കൂടെ വരും. 2x1 പ്ലസ് 4x2 പ്ലസ് 1s1 നമ്മൾ 1s1 ആക്കി പ്ലസ് 0s2. x1 x2 ഉള്ളത് കൊണ്ട് S1 S2 എന്തായാലും വരും, രണ്ട് വേരിയബിൾ ഉണ്ടാവുമല്ലോ. സോ 1s1 പ്ലസ് 0s2 ഈസ് ഈക്വൽ ടു 12. ഇക്വേഷനെ നമ്മൾ 3 ആക്കി മാറ്റി. അടുത്തത് 8x1 പ്ലസ് 6x2 പ്ലസ് നേരത്തെ നമ്മൾ S1 1 ആണ് ഉണ്ടായത്, S2 ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ 0s2 ആക്കി. ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ നോക്കും 8x1 പ്ലസ് 6x2 പ്ലസ് S2 ഈസ് ഈക്വൽ ടു 24 അല്ലേ. അപ്പൊ അവിടെ S1 ഇല്ലല്ലോ, അപ്പൊ അതിന് പകരം നമ്മൾ 0s1 ആഡ് ചെയ്യും. S2 ആയിരുന്നു രണ്ടാമത്തെ ഇക്വേഷനിൽ ഉണ്ടായിരുന്നതാ, പക്ഷെ ഇവിടെ S1 വേണം, അതുകൊണ്ട് S2 ഓൾറെഡി 1s2 ആയിരിക്കും, ഇല്ലാത്തത് നമ്മൾ 0 കൊടുക്കും, നേരത്തെ ചെയ്തതുപോലെ തന്നെ. സോ 8x1 പ്ലസ് 6x2 പ്ലസ് 0s1, കാരണം ആ ഇക്വേഷൻ S1 ഇല്ല, പക്ഷെ നമ്മൾ 0s1 എഴുതണം. 0s1 പ്ലസ് 1s2, കാരണം x1 x2 ഉള്ളത് കൊണ്ടാണ് S1 S2 എഴുതുന്നത്. ക്ലിയർ ആയോ? 0s1 പ്ലസ് 1s2 ഈസ് ഈക്വൽ ടു 24, ഇക്വേഷൻ നമ്പർ 4. അപ്പൊ നമുക്ക് തേർഡും ഫോർത്തും ഇക്വേഷൻ ഉണ്ട്, ഇനി അതിനെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. തേർഡ് ആൻഡ് ഫോർത്ത് ഇക്വേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ്. തേർഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്താൽ x1 s2 s1 s2 ഓരോ ഫിഗർ എഴുതാം. x1 2, രണ്ടാമത്തെ ഇക്വേഷൻ എത്രയാ 8s1. x2 ഫസ്റ്റ് ഇക്വേഷൻ 4, സെക്കൻഡ് ഇക്വേഷൻ 6. s1 ഫസ്റ്റ് ഇക്വേഷൻ 1, ഫോർത്ത് ഇക്വേഷൻ 0. s2 തേർഡ് ഇക്വേഷൻ 0, ഫോർത്ത് ഇക്വേഷൻ 1 ഈസ് ഈക്വൽ ടു അതിന്റെ ഫൈനൽ റിസൾട്ട് നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. XB എന്ന് പറയുന്നത് ഏത് കോളം? മൂന്നാമത്തെ കോളം. ഒന്നാമത്തെ കോളം നമ്മൾ എന്ത് ചെയ്ത് x1 s2, രണ്ടാമത്തെ കോളം s1 s2 നമ്മൾ അങ്ങോട്ട് എഴുതും. അതിന്റെ മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് കോളം റെപ്രസെന്റ് ചെയ്യുക XB കൊണ്ടാണ്, പറഞ്ഞില്ലേ? XB എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ വാല്യൂ 12 24. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് അടുത്ത പരിപാടി എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അടുത്ത ടാസ്ക്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ചെയ്യേണ്ടത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ റീറൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കൂടി മാറ്റി എഴുതണം, കാരണം അതിനകത്ത് x1 x2 ഉള്ളൂ, നമ്മൾ S1 S2 കൂടി ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. z ഈസ് ഈക്വൽ ടു നമ്മൾ ഒബ്ജക്റ്റീവ് എന്തായിരുന്നു? z ഈസ് മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു 14x1 പ്ലസ് 10x2 അല്ലേ, അതിന്റെ കൂടെ S1 S2 ആഡ് ചെയ്യണം, അത്രേ ഉള്ളൂ. So z is equal to 14x1 plus 10x2 plus 0s1 plus 0s2. 0s1 ആണ്, കാരണം S1 0 ആണ്, S2 0 ആണ്. അവിടെ വേറെ ഒബ്ജക്റ്റീവ് ഒന്നും പറഞ്ഞിട്ടില്ല വേരിയബിൾസിനെ കുറിച്ച്, അപ്പൊ രണ്ടും 0 ഇട്ട് കൊടുത്താൽ മതി. 14x1 plus 10x2 plus
0 S1 plus 0 S2. അപ്പോൾ അതിൻ്റെ വാല്യൂ ഏതൊക്കെയാ? x1 14, x2 10, s1 0, s2 0. അപ്പോൾ ഇവിടെ x1, x2, s1, s2 അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ എഴുതിയത് 14, 10, 0, 0. ദെൻ CJ എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. CJ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് XJ വേരിയബിൾ. അപ്പോൾ ഇവിടെയുള്ള വേരിയബിൾ ഏതൊക്കെയാ? CJ എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ആണ്. 14 ഒരു വേരിയബിൾ ആണ്, x1ന്റെ വേരിയബിൾ ആണ്, അടുത്ത വേരിയബിൾ 10 ആണ്, അടുത്ത വേരിയബിൾ 0 ആണ്, അടുത്ത വേരിയബിൾ 0 ആണ്. നമ്മൾ എഴുതി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സെറ്റ് ചെയ്ത് മാറ്റിയിട്ട്. ഇനി ടേബിൾ വരക്കണം. ഫസ്റ്റ് ടേബിൾ 1 ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ. അങ്ങനെയാണ് പറയാ. ടേബിൾ 1 ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ. ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ നമ്മൾ ആദ്യം വരയ്ക്കുമ്പോൾ അവിടെ ഫസ്റ്റ് കോളത്തിൽ B അല്ലേ? ഓരോ കോളത്തിന് പേര് ഓർമ്മയില്ലേ? ഫസ്റ്റ് കോളം B, സെക്കൻഡ് കോളം C, തേർഡ് കോളം XB, അടുത്ത കോളം x1, നെക്സ്റ്റ് കോളം x2, നെക്സ്റ്റ് കോളം s1, നെക്സ്റ്റ് കോളം s2. അപ്പോൾ 7 കോളം ഉണ്ട്. അപ്പോൾ 7 കോളം ചെറിയ കോളവും ഒരു വലിയ കോളവും വേണം. ടോട്ടൽ 8 കോളം വേണം സിംപ്ലക്സ് ടേബിളിന്. 7 ചെറിയ കോളവും ഒരു വലിയ കോളം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് എഴുതുക. ഫസ്റ്റ് കോളം B ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞത്. സെക്കൻഡ് കോളം C ഓർമ്മയില്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. തേർഡ് കോളം XB, ഫോർത്ത് കോളം x1 ആണ് പറയാ, ഫിഫ്ത്ത് കോളം x2 ആണ് പറയാ, സിക്സ്ത് കോളം s1, സെവൻത് കോളം s2. ദ ലാസ്റ്റ് കോളം റീപ്ലേസ്മെന്റ് റേഷ്യോ തീറ്റ കൊണ്ടാണ് കാണിക്കുക. അതവിടെ കാണുന്നില്ല, ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ കാണിച്ചു തരാം. റീപ്ലേസ്മെന്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. XB ഡിവൈഡ് x1, XB ഡിവൈഡ് x1. XB എന്ന് പറയുന്ന തേർഡ് കോളം, x1 എന്ന് പറഞ്ഞാൽ ഫോർത്ത് കോളം. അപ്പം തേർഡ് കോളത്തെ ഫോർത്ത് കോളം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റീപ്ലേസ്മെന്റ് റേഷ്യോയും കിട്ടും. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്ക് ഓരോ കോളത്തിലുള്ള ഐറ്റം എഴുതാം. ഫസ്റ്റ് കോളത്തിൽ ഐറ്റം എഴുതാം s1ഉം s2ഉം. ഫസ്റ്റ് കോളത്തിൽ ഐറ്റം എഴുതാം അതിൻ്റെ വേരിയബിൾസ് ആയിട്ടുള്ള s1ഉം s2ഉം. കാരണം നമ്മൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് കോളത്തിൽ കൃത്യമായിട്ട് ഓരോന്നും. s1 എന്ന് പറയുന്നത് കോളത്തിൽ അതിൻ്റെ വെക്റ്റർ ആണ് s1. അതിൻ്റെ വെക്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്നാണ് അർത്ഥം. ഓരോന്നിനും നമ്മൾ അതിനെ സ്പെസിഫൈ ചെയ്യും. ഫസ്റ്റ് കോളത്തിൽ എഴുതുക s1ഉം s2 ആണ്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം സെക്കൻഡ് കോളത്തിൽ ഫസ്റ്റ് വരിക എന്താണ്? 0, 0 ആണ് C. കാരണം s1ഉം s2ഉം മാക്സിമം വാല്യൂ എത്രയായിരുന്നു? നമ്മളിപ്പോൾ എഴുതിയത് s1ഉം s2ഉം മാക്സിമം വാല്യൂ 0 ആയിരുന്നില്ലേ? ഞാനൊന്ന് കാണിച്ചു തരണോ? ഇതാ ഈ കോളത്തിൽ SJ നമ്മൾ എഴുതിയത് x1ഉം s2ഉം. x1 14, x2 10, s1 0, s2 0. അതാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. സോ s1 സെക്കൻഡ് കോളത്തിൽ വരെ 0 ആണ്, s2 സെക്കൻഡ് കോളത്തിൽ വരെ 0 ആണ്. കാരണം ഓൾറെഡി അതിൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ x1 14, x2 10, s1 0, s2 0 ആണ്. അപ്പോൾ s1ഉം s2ഉം 0 എഴുതി. ഇനി മൂന്നാമത്തെ കോളത്തിൽ XB എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂയുടെ ടോട്ടൽ അല്ലെങ്കിൽ ടൈം റിക്വയർഡ് വാല്യൂ. ടോട്ടൽ വാല്യൂ എത്രയാ? 12ഉം 24ഉം. ഒന്നാമത്തെ പ്രൊഡക്റ്റിന്റെ ടൈം അവൈലബിൾ 12ഉം രണ്ടാമത്തെ പ്രൊഡക്റ്റിന്റെ ടൈം അവൈലബിൾ 24ഉം. അതാണ് തേർഡ് കോളത്തിൽ എഴുതുക. നെക്സ്റ്റ് ഫോർത്ത് കോളത്തിൽ x1 നമുക്കറിയാം 2ഉം 8ഉം, x2 4ഉം 6ഉം. ഓക്കെ, ദെൻ നെക്സ്റ്റ് s1 ഒന്നാമത്തെ കേസിൽ നമ്മൾ ഫസ്റ്റ് കേസ് എടുത്തപ്പോൾ 1 ആയിരുന്നു, s2 0 ആയിരുന്നു. അടുത്ത രണ്ടാമത്തെ കേസ് വരുമ്പോൾ s2 0ഉം s1 0ഉം s2 1ഉം ആണ് എടുത്തത്. സോ നമുക്ക് റീപ്ലേസ്മെന്റ് റേഷ്യോ കാണാം. XB ഡിവൈഡ് x1. XB എന്ന് പറയുന്ന 12 ആണ്. s1 ഫസ്റ്റ് റോയില് SB 12 divided x1 2 is equal to 6. The next second row 24 divided by 8. 8 maximum value ആണ്ടാണ് അതവിടെ എന്ത് ചെയ്തത്? നമ്മളുടെ ഒബ്ജക്റ്റീവ് മാക്സിമം അല്ലേ? നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്താ പറഞ്ഞത്? മാക്സിമൈസ് ആണ് ഒബ്ജക്റ്റീവ്സ്. അതുകൊണ്ട് മാക്സിമം വാല്യൂ ആയതുകൊണ്ടാണ് 8ന് അസൈൻമെന്റ് ബോക്സ് കൊടുത്തത്. സോ 24 divided by 8 is equal to 3. അവിടെ ഒരു ഏരോ കൊടുത്താണെന്നല്ലേ? ഏരോ എന്ന് പറഞ്ഞാൽ മിനിമം റേഷ്യോനെ ഇൻഡിക്കേറ്റ് ചെയ്ത് അവിടെ ഇതാ ഇവിടെ ഒരു ഏരോ കൊടുത്തില്ലേ? ഏരോ എന്ന് പറഞ്ഞാൽ അവിടെ
റീപ്ലേസ്മെന്റ് റേഷ്യോനെ തീറ്റ കൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. മിനിമം റേഷ്യോന് ഒരു ഏരോ കൊടുത്താണ് അതിനെ മിനിമം റേഷ്യോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഏരോ കേട്ടോ. അപ്പോൾ അത് കിട്ടി. ഇനി നമുക്ക് CJയും ZJയും കിട്ടണം. CJ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. CJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വാല്യൂവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു CJ എന്നാണ് കോഎഫിഷ്യൻ്റ് ഓഫ് XJ വേരിയബിൾ. XJ വേരിയബിളിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന വേരിയബിൾസ് എത്രയാണ് കിട്ടുന്നത്? ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 14 ആണ് അല്ലേ. 40 X1 എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ്, X1 എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രോഫിറ്റ് ആണ് 14. X1 എന്ന് പറഞ്ഞാൽ എന്താ? P ആണ്. Pയുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ Pൻ്റെ വേരിയബിൾസ് 14 ആണ്. ഓക്കെ. ദ നെക്സ്റ്റ് X2ൻ്റെ കോളത്തിൽ CJ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ മാക്സിമം പ്രോഫിറ്റ് 10 ആണ്. ഇനി S1 S2ന് പ്രോഫിറ്റ് ഉണ്ടോ? ഇല്ല, 0 0. നെക്സ്റ്റ് ZJ എന്ന് പറഞ്ഞാൽ സമ്മ്. ഇതിൻ്റെയൊക്കെ സമ്മ് നമുക്ക് ടോട്ടൽ ചെയ്യാം. സമ്മ് ടോട്ടൽ ചെയ്താൽ 0 ആ കിട്ടുക. കാരണം അവിടെ അതിൻ്റെ വാല്യൂ ഇപ്പുറത്തേക്ക് കാണിച്ചു തരുന്നുണ്ട് ടീച്ചർ. സമ്മ് ടോട്ടൽ ചെയ്യാന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യണം. S1 S2 0 ആവുന്നിടത്തോളം സമ്മ് എപ്പോഴും 0 ആയിരിക്കും. ZJ 0 ആണ്, എല്ലാ കോളത്തിലും 0 ആണ്. എന്തുകൊണ്ടാണ് താഴെ കാണിച്ചിടാം. സോ ലാസ്റ്റ് നമുക്ക് കാണേണ്ടത് എന്താണ്? ഇൻഡെക്സ് റോ ഇൻഡിക്കേറ്റ് ചെയ്യുക. പിരമിഡ് ഷേപ്പിൻ്റെ അകത്ത് J കൊടുക്കുന്നത് അതിന് ഇൻഡെക്സ് റോ എന്നാ പറയാ. ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു CJ മൈനസ് ZJ. CJ ഓൾറെഡി അവിടെ 14 ഉണ്ട്, ZJ അതിന് താഴെയുണ്ട്. അപ്പം CJ 14 മൈനസ് 0 14 X1 കോളത്തിൽ, 10 മൈനസ് 0 10, 0 മൈനസ് 0 0, S2 0 മൈനസ് 0 0. അവിടെ 14ന്റെ താഴെ ടീച്ചർ മേലോട്ട് ഒരു ഏരോ ഇട്ടില്ലേ? ആ മേലോട്ട് ഏരോ എന്ന് പറയുന്നത് ഇൻകമിങ് വെക്ടേഴ്സ് ആണ്. ഇൻകമിങ് വെക്ടേഴ്സ് അല്ലെ കൂടുതൽ വാല്യൂ ഉള്ള വെക്ടേഴ്സ്. എലിമെന്റ് ഈസ് മാർക്ക്ഡ് ബൈ. ഏതാ എലിമെന്റ്? ഏറ്റവും വലിയ എലിമെന്റ് അതിനകത്ത് നിന്നാണ് X1 X2 S1 S2ലെ വലിയ എലിമെന്റ് ആയ എലിമെന്റിനെ നമ്മൾ ഒരു ബോക്സ് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിനകത്തുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് Z വന്നത് എന്നുള്ളതാണ്. ഈ ടാബിളിൽ Z വന്നതൊക്കെ താഴെയുണ്ട്. B കോളം ഇൻഡിക്കേറ്റ് ദ ബേസിക് വേരിയബിൾ. ഓരോന്നും എന്താണ് കോളത്തിൽ എഴുതിയത്? B കോളം ഇൻഡിക്കേറ്റ് ദ ബേസിക് വേരിയബിൾ. ഇറ്റ് ഈസ് ദ വേരിയബിൾ ഹോൾ കോഎഫിഷ്യന്റ് വെക്ടേഴ്സ്. ഞാൻ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മനസ്സിലാവാണ്ടാവാ. നിങ്ങൾക്ക് വായിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് മനസ്സിലാവും. B കോളം ഇൻഡിക്കേറ്റ്സ് ബേസിക് വേരിയബിൾ. ഇറ്റ് ഈസ് എ വേരിയബിൾ ഹോൾ കോഎഫിഷ്യന്റ് വെക്ടേഴ്സ്. സോ S1 കോളം ഹാസ് എ വെക്ടർ. S1ന്റെ കോളത്തിനെ നമുക്ക് 1 0 എന്ന് പറയാം. ആൻഡ് S2 ഹാസ് എ 0 1. നേരത്തെ നമ്മളെ വാല്യൂ എഴുതിയില്ലേ? ആദ്യം S1ന് നമ്മൾ 1 കൊടുത്ത്, അപ്പൊ S2 ഉണ്ടാവില്ല, 0 ആയിരിക്കും. അടുത്ത S2 എന്ന കേസിൽ S1 ഉണ്ടാവില്ല, അവിടെ 0 ആയിരിക്കും, S2 1 ആയിരിക്കും. അതാണ് ഇവിടെ വെക്ടേഴ്സ് പറയുന്നത്. അതിന്റെ വാല്യൂവിനെയാണ് നമ്മൾ അതിന് കൊടുക്കുന്ന, S1നും S2നും കൊടുക്കുന്ന കോളത്തിന്റെ കൊടുക്കുന്ന വാല്യൂവിനാണ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് കൺവേർട്ട് കൺസ്ട്രെയിൻസ് ടാബിൾസ്. ഈ കൺസ്ട്രെയിൻസിന്റെ ടാബിളിൽ കൺവേർട്ട് ചെയ്യാണ്. കോളം B S1 ഈസ് entered first because it has unit vectors first. S2 is the second variable because 0 1 where 1 is the second. Coefficient of basic variable obtained from the objective function is to be entered in the column C, that is 0. Basic variable 0 0. Basic variable 0 0 C യിൽ എന്തുകൊണ്ടാണ് എൻട്രി ചെയ്തതെന്ന് ഇവിടെ എഴുതി ടീച്ചർ എഴുതി തന്നത്. നെക്സ്റ്റ് നോക്കൂ. ഓരോന്നിന്റെ വേരിയബിൾ ഇവിടെ കാണിച്ച ടാബിളിൽ തന്ന വേരിയബിൾ ഇവിടെ ടീച്ചർ കാണിച്ചു തന്നാളൂ കേട്ടോ. ZJ എന്ന് പറയുന്നത് സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കോഎഫിഷ്യന്റ് ഓഫ് ബേസിക് വേരിയബിൾ ആണ്. ബേസിക് വേരിയബിളിന്റെ കോഎഫിഷ്യന്റിന്റെ സം ആണ് SJ എന്ന് പറയുന്നത്. ഓൺ ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദ വെക്ടേഴ്സ് X. വെക്ടേഴ്സിനെ നമുക്ക് X കൊണ്ട് പറയാം. ദാറ്റ് ഈസ് C കോളം X1 കോളം നമ്മൾ ഓരോന്നും ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനെയാണ് ഉണ്ടാവുന്നത്. 0 into 2 into 0 into 2 plus 0 into 8. നമുക്ക് കിട്ടിയ X1ഉം X2ഉം S1ഉം S2ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒന്ന് 0 മറ്റൊന്ന് 2 ആണ്, മറ്റൊന്ന് 0 8ഉം. സോ 0 into 2 0 plus 0 into 8 0. സോ വാല്യൂ C കോളം ഇൻറ്റു വാല്യൂ X1 എന്താണ് മൾട്ടിപ്ലൈ ചെയ്തതെന്ന് മനസ്സിലായോ? വാല്യൂ C കോളത്തിലെ വാല്യൂ 0 ആണല്ലോ, S1 S2. സെക്കൻഡ് കോളത്തിൽ C 0 ആണല്ലോ. ആ 0ന്റെ വേരിയബിളിനെ X1ഉം X1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ്. സോ 0 into X1 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 0 into X1 അടുത്ത കോളത്തിലെ 8 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് 0 into 4 plus 0 into 6 ഈസ് ഈക്വൽ ടു 0. വാല്യൂ ഓഫ് C കോളം ഇൻറ്റു വാല്യൂ ഓഫ് കോളം 2. വാല്യൂ ഓഫ് കോളം 2 X2 മൾട്ടിപ്ലൈ ആണ്, അവിടെയും 0 വരും.
Next 0 into 1 plus 0 into 0 is equal to 0. Value in C column into value of column S1. Next fourth 0 into 0 plus 0 into 1 is equal to 0. Value in C column into value of column S2. അപ്പോൾ നമുക്ക് x1ഉം x2ഉം s1ഉം s2ഉം ഈ വാല്യൂവിനൊക്കെ സി എന്ന് പറയുന്ന കോളത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. സി എന്ന് പറയുന്ന കോളത്തിലെ വാല്യൂ 0 ആണ്. അതുകൊണ്ടാണ് നമുക്ക് മൊത്തം സെഡും എന്ത് കിട്ടിയത് 0 കിട്ടിയത്. സെഡ് നോക്കൂ, ഒന്നാമത്തെ കേസ് 0 ആണ്, രണ്ടാമത്തെ കേസ് 0 ആണ്, മൂന്നാമത്തെ കേസും നാലാമത്തെ കേസും 0 ആണ്. ഇപ്പം കിട്ടിയെന്ന് മനസ്സിലായോ? ഹയർ പോസിറ്റീവ് ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു 14. ഇൻഡെക്സ് റോ എന്നാണ് ഇതിനെ പറയാം. ഇൻഡെക്സ് റോ ഹയർ പോസിറ്റീവ് ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു 14. ഇറ്റ് ഇൻഡിക്കേറ്റ് ഹയർ പോസിറ്റീവ് ആയതുകൊണ്ട് മേലോട്ട് ഏരോ കൊടുക്കും. ഇറ്റ് ഇൻഡിക്കേറ്റ് ഏരോസ്. ഇറ്റ് റെഫേഴ്സ് x1. അപ്പോൾ x1ലുള്ള ഐറ്റ് അല്ലേ 14. അപ്പോൾ ആ 14നെ ഇൻഡിക്കേറ്റ് ചെയ്യും. Therefore x1 ഈസ് ഇൻകമിങ് വെക്ടേഴ്സ്. അതുകൊണ്ടാണ് x1ൻ്റെ അടുത്ത് നമ്മൾ എന്ത് കാണിച്ചത്? കണ്ട x1ൻ്റെ അടുത്ത് x1 എന്ന് പറഞ്ഞ കോളമാണ്. x1ൽ 14 കാണിച്ച് അതിന് മേലോട്ട് ഒരു ഏരോട്ട് ഇൻകമിങ് വെക്ടേഴ്സ് കാണിച്ചത് എന്തുകൊണ്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഹയർ പോസിറ്റീവ് ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു 14. അതാണ് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഇൻഡെക്സ് റോ. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഏരോസ്. ഇറ്റ് റെഫേഴ്സ് ടു x1. Therefore x1 is the incoming vectors. The element of xb column is to be divided by the corresponding elements of incoming vectors. So x1 column to find out theta. Theta എന്ന് പറയുന്ന സിമ്പിൾ ഇതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാം. Then lowest non-negative value of theta is taken and 0 is to be given. That is for 3 refers to S2. So therefore S2 is the outgoing vectors ആയിട്ട് പറയാം. The arrow indicate that x1 should be enter B column is to be placed of S2. So x1 should be the second variable instead of S2 in the column B. That is S2 is to be replaced by x1. ഇതിൻ്റെ അകത്ത് വന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും തിയററ്റിക്കൽ ആസ്പെക്ട്സ് വലിയ കുഴപ്പമില്ല. ഞാനത് എങ്ങനെ എഴുതി വെച്ചെന്ന് മാത്രമേ ഉള്ളൂ. കീ എലിമെന്റ് ഈസ് 8 because both arrows indicate ഏറ്റവും വലിയ എലിമെന്റ് ആയതുകൊണ്ട് കീ എലിമെന്റ് 8 വെച്ചിട്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് കൺവേർട്ട് ദീസ് കീ എലിമെന്റ് ഇൻടു 1 ആൻഡ് അതർ എലിമെന്റ്സ് ഈസ് ദ കോളം ഈസ് 0. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കീ എലിമെന്റിനെ 1 ആക്കിയിട്ടും അതർ എലിമെന്റിനെ 0 ആക്കിയിട്ട് മാറ്റണം. സോ ഓൾ അതർ കോളംസ് 3 to 7. അപ്പം നമ്മൾ 3 to 7 ഉള്ള ബാക്കിയുള്ള കോളംസ് എന്ത് ചെയ്യും? എടുത്തിട്ട് ചെയ്യും. 3 to 7 എന്ന് പറഞ്ഞാൽ xb, x1, x2, s1, s2 3 മുതൽ 7 വരെയുള്ള കോളംസ് ചേഞ്ച് ചെയ്യും. ഓൾ ദ എലിമെന്റ്സ് ഇൻ ദ സെക്കൻഡ് റോയില് ഷുഡ് ബി ഡിവൈഡ് ബൈ 8. സെക്കൻഡ് റോയിലെ എല്ലാ എലിമെന്റിനും നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് റോയിലെ എല്ലാ എലിമെന്റിനും നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. കീ എലിമെന്റ്സ് ടു മേക്ക് കീ എലിമെന്റ് ആസ് 1. നമുക്ക് കീ എലിമെന്റ് എന്ത് കിട്ടണം? 1 കിട്ടണം. നോക്കൂ, ടേബിൾ വരക്കുന്നതിന് മുന്നേ നോക്കൂ. താഴെ സെക്കൻഡ് റോ എടുത്ത് നോക്കൂ നിങ്ങൾ. സെക്കൻഡ് റോയിലെ x1 എന്തായിരുന്നു? 8. എല്ലാത്തിനും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുന്നില്ലേ? സോ x1 ഈസ് ഈക്വൽ ടു 8 ഡിവൈഡ് ബൈ 8 1. x2ന്റെ വാല്യൂ എത്രയായിരുന്നു? 6 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 3/4. ഇനി അടുത്ത s1ന്റെ വാല്യൂ 0 ആയിരുന്നു. 0 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 0. s2ന്റെ വാല്യൂ സെക്കൻഡ് റോ ആണ്. s2ന്റെ വാല്യൂ 1 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 8. എന്നിട്ട് നമുക്ക് ടേബിള് ചെറിയൊരു മാറ്റം വരുത്തണം. ഫസ്റ്റ് റോ സെക്കൻഡ് റോ കൊടുക്കണം. സെക്കൻഡ് റോ കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് റോവിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് റോ കൊടുക്കണം, സെക്കൻഡ് റോ കൊടുക്കണം. ദെൻ XB. അപ്പോൾ കോളം നോക്കിക്കോ. ഫസ്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കോളം. നെക്സ്റ്റ് കോളം XB തേർഡ് കോളായിരുന്നു ആദ്യത്തത്. x1 ഫോർത്ത് കോളം, x2 ഫിഫ്ത്ത് കോളം, x1 സിക്സ്ത് കോളം, s2 സെവൻത് കോളം. ഇനി ഫസ്റ്റ് റോയിലുള്ള വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ എടുക്കുകയാണ്. ഫസ്റ്റ് റോയിലുള്ള വാല്യൂ എന്തായിരുന്നു? ദ വാല്യൂ ഓഫ് ഫസ്റ്റ് റോ ഇവിടെ എഴുതി വെച്ചിട്ടാ. വാല്യൂ ഓഫ് ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ 2 ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് റോ. 2 ഈസ് ദ വാല്യൂ, മിനിമം വാല്യൂ ഓഫ് ഫസ്റ്റ് റോ. അപ്പോൾ നമ്മൾ അവിടെ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഫസ്റ്റ് റോന്റെ വാല്യൂ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അവിടെ നമ്മൾ കണ്ടുവച്ച വാല്യൂ? ഇവിടെ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് റോ. സോ
അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയിൽ എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും? നമ്മൾ ഫസ്റ്റ് റോയിൽ ആദ്യം വരിക 6 ആണ്, അടുത്ത വരിക 0 ആണ്, നെക്സ്റ്റ് 10/4 ആണ്, നെക്സ്റ്റ് 1 ആണ്, നെക്സ്റ്റ് -1/4 ആണ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാണ്. ഈ റോ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ വാല്യൂ നോക്കാം. വാല്യൂ ഓഫ് ദ ഫസ്റ്റ് റോ 2 ഈസ് ദ വാല്യൂ ഓഫ് ഫസ്റ്റ് റോ ഓഫ് x1 കോളം. x1 കോളത്തിന്റെ വാല്യൂ എന്തായിരുന്നു? 2 ആയിരുന്നു. സോ ഇറ്റ് ഈസ് ടു ബി കവേർഡ് ആസ് 0. അതിനെ 0 ആക്കി മാറ്റണം. x1 ഈസ് ദ സെക്കൻഡ് റോ ഈസ് മൾട്ടിപ്ലൈഡ് ബൈ -2. അപ്പൊ 2നെ 0 ആക്കാൻ എന്താ ചെയ്യുക? 2നെ നമ്മൾ 0 ആക്കാൻ വേണ്ടിയിട്ട് -2 ചെയ്യും അല്ലേ? സോ ആൻഡ് 2 ഈസ് ദ ഫസ്റ്റ് റോ ഓഫ് x1 ഈസ് ടു ബി ആഡഡ്. സോ then multiply the newly arrived value on second row with -2. It should be added with the first row. അപ്പോൾ 0 ആക്കണമെങ്കിൽ ഓൾറെഡി 2 ഉണ്ട്. ആ 2നെ 0 ആക്കാൻ എന്ത് ചെയ്യും? -2 ആഡ് ചെയ്താൽ പോരെ. +2 ആഡ് -2 എന്ന് പറയുമ്പോൾ 0. ആ കാൺസെപ്റ്റ് ആണ് ഇവിടെ ചെയ്തത്. സോ സെറ്റ് ബി ദാറ്റ് ഈസ്, അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെയും വാല്യൂ എടുക്കുകയാണ്. -2 × 3 plus 12 is equal to 6. So -6 plus 12 is equal to 6. -6ഉം 12ഉം കൂടി ചെയ്യുമ്പോൾ 12ന്ന് -6 മൈനസ് ചെയ്താൽ 6 വരും. ഇനി x2ന്റെ വാല്യൂ നോക്കാം. x2ന്റെ വാല്യൂ നോക്കാം. -2 × 1. ഓരോന്നിന്റെ വാല്യൂ എടുക്കുകയാണെ. -2 × 1 plus 2 is equal to -2 plus 2 is equal to 0. ഇനി x2ന്റെ വാല്യൂ നോക്ക്. -2 ആക്കി മാറ്റിയല്ലേ ചെയ്യൂ 0 ആവുള്ളൂ. -2 × 3/4. ഓൾറെഡി നമുക്ക് 3/4 കിട്ടിയില്ലേ? -2 × 3/4. 3/4 plus 4 is equal to 4 - 6/4 is equal to 16 - 6 divided by 4 is equal to 10 - 4 വരും. നെക്സ്റ്റ് S1ന് ഇതേപോലെ കൊടുക്കാം. -2 × 0 plus 1 is equal to 1. S2 -2 × 1/8 plus 0 is equal to -2/8 is equal to -1/4. ഓക്കെ, നമുക്ക് ഇത് റോയിൽ എഴുതാം. ഫസ്റ്റ് റോയിലെ വാല്യൂ XBയിൽ കിട്ടുന്ന 6, x1ന്റെ വാല്യൂ 0, x2ന്റെ വാല്യൂ നമ്മളിപ്പോൾ ചെയ്ത് 10/4, S1 1, S2 -1/4. സെക്കൻഡ് റോ നമ്മൾ ഇവിടെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. XB കിട്ടുന്നത് 3 അല്ലെ? XB കിട്ടുന്നത് 3. XBന്റെ വാല്യൂ 3 ആണ്, കാരണം ഓൾറെഡി അവിടെ ഉണ്ട്. XBന്റെ വാല്യൂ ഓൾറെഡി നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് 6ഉം 3ഉം. അതിനൊരു മാറ്റവും ഇല്ല. x1 x2 മുതലാണ് നമ്മൾ ചെയ്യുന്നത്. സോ x1 1, x2 3/4, x1 0, S2 1/8 കിട്ടിയല്ലോ. അത് കിട്ടിയതിന് ശേഷം അടുത്ത നമ്മൾ ഈ വാല്യൂ ചെയ്യും. ഈ വാല്യൂ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അടുത്ത സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ആണ്. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ, രണ്ടാമത്തെ സിംപ്ലക്സ് ടേബിൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടേബിളിന് 8 കോളം വേണം. B1 ഫസ്റ്റ് കോളം, C സെക്കൻഡ് കോളം, XB തേർഡ് കോളം, X1 ഫോർത്ത് കോളം, X2 ഫിഫ്ത്ത് കോളം, S1 സിക്സ്ത്, S2 7, ലാസ്റ്റ് കോളം റീപ്ലേസ്മെന്റ് റേഷ്യോ കോളം. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ S1 X1 ആണ് എഴുതുക. S1ഉം X1ഉം ആണ് എഴുതുക. S1 0 ആണ്. ദെൻ S1 റോ ആണ് ടീച്ചർ വായിക്കുന്നത്. XB ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6. X1 നേരത്തെ നമ്മൾ കാൽക്കുലേറ്റ് 0. X2 കാൽക്കുലേറ്റ് ചെയ്ത് X2 കാൽക്കുലേറ്റ് ചെയ്ത് 10/4. S1 കാൽക്കുലേറ്റ് ചെയ്ത് 1. S2 -1/4. ഇനി X1 ചെയ്യണം. S1ഉം X1ഉം ആണ് എടുക്കുന്നത്. X1 വാല്യൂ എത്രയായിരുന്നു? 14 ആയിരുന്നു പ്രോഫിറ്റ് അല്ലേ? 14. അതിന്റെ വാല്യൂ നമുക്ക് കിട്ടിയതൊക്കെയാ കഴിഞ്ഞ റോയില് 3. X1 1. XB എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ വാല്യൂ മുന്നേ കിട്ടിയിട്ടുണ്ട് 3. X1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് 1, X2 3/4, S1 0, S2 1/8. സോ നമുക്ക് XJയും ZJയും കാണാം. XJ എന്ന് പറയുന്നത് അതിന്റെ മാക്സിമം കിട്ടിയ വാല്യൂ ആണ്. മാക്സിമം എത്രയാ? 14. X1ന്റെ അല്ലെ Pയുടെ പ്രോഫിറ്റ് എത്രയാ? 14. ഇനി X2 Qയുടെ പ്രോഫിറ്റ് 10. X1 0 ആണ് കിട്ടുന്നത്. X1ന്റെ പ്രോഫിറ്റ് 0, S2ന്റെ പ്രോഫിറ്റ് 0. ഇനി ZJ കാണാം. ZJ എന്ന് പറയുന്നത് ഇവിടെ ഇതാ. ZJ കോഎഫിഷ്യന്റ് ഓഫ് X1ന്റെ ZJ എത്ര കിട്ടിയത്?
14 ആണ്. ദാറ്റ് ഈസ് 14 into 1. അപ്പം എത്ര കിട്ടും? 14. ഇനി അടുത്തത് എത്രയാ? 42 ഡിവൈഡ് ബൈ 4. അത് എക്സ് ജെ കിട്ടിയത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് സെഡ് ജെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോന്നും ഇവിടെ ഉണ്ട്. x1 കോളം ഇൻ സെഡ് ജെ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? വാല്യൂ ഓൺ കോളം സി ഓൺ x1 കോളം, x2 കോളം ഇൻ സെഡ് ജെ ഈസ് ഈക്വൽ ടു വാല്യൂ ഓൺ കോളം സി വാല്യൂ ഓൺ x2 കോളം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് x1 എന്ന് പറഞ്ഞാൽ സിയുടെ വാല്യൂ, സിയുടെ കോളം എന്താ? 0 into 0 plus 14 into 1 is equal to 14. x2 0 into 10 by 4 plus 14 into 3 by 4. So first case 0 ആയിരിക്കും. plus 14 into 3 by 4 എന്ന് പറഞ്ഞാൽ 42 divided by 4. Like S1 is equal to 0 into 1 plus 14 plus 0. 14 into 0 ആണ്, പ്ലസ് അല്ലേ? 14 into 0 is equal to 0. So S2 0 into minus 1 divided by 4 plus 14 into 1 by 8. ഇവിടെ 0 വരും. So 14 divided by 8. ഇപ്പം x1 14, x2 42 divided by 4, S1 0, S2 14 divided by 8. 8. ബാക്കി വാല്യൂ നമുക്ക് എന്നിട്ട് എഴുതാം. അപ്പം സെഡ് ജെ കിട്ടിയല്ലോ. x1 14, x2 42 divided by 4, S1 0, S2 14 divided by 8. ഇനി നമുക്ക് എന്ത് കാണാം? ഇൻഡെക്സ് കാണാം. എന്ത് ഇൻഡെക്സ് ആയിരുന്നു? അതിനെന്തായിരുന്നു നമ്മൾ വിളിക്കുക? ഇൻഡെക്സ് റോ. ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു സി ജെ മൈനസ് സെഡ് ജെ. അപ്പോൾ 14 മൈനസ് 14 0. അടുത്ത അഞ്ചാമത്തെ കോളം 10 മൈനസ് 42 ഡിവൈഡ് ബൈ 4. 10 മൈനസ് 42 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പോൾ മൈനസ് 1/2 ആണ് കിട്ടുക. ദെൻ നെക്സ്റ്റ് 0 മൈനസ് 0 0. ഏഴാമത്തെ കോളം 0 മൈനസ് 14 ഡിവൈഡ് ബൈ 8 എന്നാണ് മൈനസ് 14 ഡിവൈഡ് ബൈ 8 കിട്ടും. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് വരിക. ഇനി അവസാനം നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കിയുണ്ട്. സോ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് നോ പോസിറ്റീവ് എസ് ജെ. പോസിറ്റീവ് എസ് ജെ ആണോ വന്നത്? കാരണം എന്താ? വാല്യൂ എത്ര കിട്ടിയത്? രണ്ടും നെഗറ്റീവാണ് കിട്ടിയത്. x2 കിട്ടിയത് മൈനസ് 1/2, S2 കിട്ടിയതും മൈനസ് 14 ഡിവൈഡ് ബൈ 8 എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് സൊല്യൂഷൻ അല്ലേ? സോ ദർ ഈസ് നോ പോസിറ്റീവ്. നമുക്ക് പോസിറ്റീവ് എന്തല്ല? ഇൻഡെക്സ് റോ. നോ പോസിറ്റീവ് ഇൻഡെക്സ് റോ വാല്യൂ. ദർഫോർ ഒപ്റ്റിമം സൊല്യൂഷൻ കോളം ബി ആൻഡ് എക്സ് ബി. അപ്പോൾ പോസിറ്റീവ് വാല്യൂ അല്ല കിട്ടിയത്, എന്നാലും ഒപ്റ്റിമം സൊല്യൂഷൻ വേണമെങ്കിൽ ആക്കാം. കോളം ബിയും എക്സ് ബി ആണ് വാല്യൂ ആണ് ഇവിടെ പറഞ്ഞത്. S1ഉം x1ഉം 6ഉം 3ഉം നമ്മളിവിടെ ചെയ്ത് 6ഉം 3ഉം. ദാറ്റ് ഈസ് S1 ഈസ് ഈക്വൽ ടു 6, x1 ഈസ് ഈക്വൽ ടു 3. അതർ ടു വേരിയബിൾസ് x1 ആൻഡ് S2. Other two variable x1 and S2 are not in B column. Therefore, they are 0. So, the solution of original variable x1 is equal to 3, x2 is equal to 0 ആയിരിക്കും. Therefore, maximum value z is equal to z-നാണ് നമ്മളെ ഇക്വേഷൻ എന്തായിരുന്നു? 14x1 plus 10x2. അതിനകത്ത് നമ്മൾ x1 3ഉം x2 0 ആണ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. So 14 into 3 plus 10 into 0 is equal to 42. The company may produce 3 units of P and 0 units of Q to earn the maximum profit of rupees 42. കമ്പനിക്ക് 42 രൂപ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് 3 യൂണിറ്റ് പിയും 0 യൂണിറ്റ് ക്യൂവും പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ കമ്പനിക്ക് മാക്സിമം പ്രോഫിറ്റ് 42 കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തത്. ഓക്കെ, കുറച്ച് ചെയ്യാനുള്ള പ്രോബ്ലമാണ്. ഒന്നും കൂടി ഞാൻ റിവ്യൂ ചെയ്യാം, ഒരുപാട് ടൈമില്ല. സോ നമ്മളോട് പിയും ക്യൂയുടെയും പിയെ നമ്മൾ x1ഉം ക്യൂ x2 ആയിട്ട് എടുത്ത് മാക്സിമൈസിങ് ഒബ്ജക്റ്റീവ് നമുക്കറിയാം. z ഈസ് ഈക്വൽ ടു 14x1 പ്ലസ് 10x2. കൺസ്ട്രെയിൻസ് അറിയാം. 2x1 പ്ലസ് 4x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 12, 8x1 പ്ലസ് 6x2 ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു 24. നമ്മൾ അതിനെ ഈക്വൽ ടു കൺവേർട്ടിലേക്ക് മാറ്റണം. ഈക്വൽ ടുയിലോട്ട് മാറ്റുമ്പോൾ ലെസ് ദാൻ ഓർ ഈസ് ഈക്വൽ ടു ആൻഡ് സ്ലാക്ക് വേരിയബിൾ ആയതുകൊണ്ട് S1 S2 ആഡ് ചെയ്യണം. സോ 2x1 പ്ലസ് 4x2 പ്ലസ് S1 ഈസ് ഈക്വൽ ടു 12. അടുത്തത് 8x1 പ്ലസ് 6x2 പ്ലസ് S2 ഈസ് ഈക്വൽ ടു 24. ഒന്ന് S1ഉം ഒന്ന് S2ഉം കൊടുക്കാം. അടുത്ത നമ്മൾ രണ്ടിലും S1ഉം S2 ഉണ്ടാക്കണം. കാരണം x2
x1ഉം x2 ഉള്ളത് കൊണ്ട് s1ഉം s2 ഉണ്ടാവണം. പക്ഷെ ഒന്നിലെ s1 ഒന്നായിരിക്കും, ഒന്നിലെ s2 ഉണ്ടാവില്ല. അതുകൊണ്ട് അവിടെ 0 കൊടുക്കാം. സോ ദാറ്റ് ഈസ് 2x1 പ്ലസ് 4x2 പ്ലസ് 1s1 പ്ലസ് 0s2 ഈസ് ഈക്വൽ ടു 12. അടുത്തത് s2 ഉണ്ടാവുള്ളൂ, s1 ഉണ്ടാവില്ല. അപ്പൊ s1ന് 0 കൊടുക്കണം. മനസ്സിലായോ? 8x1 പ്ലസ് 6x2 പ്ലസ് 0s1 പ്ലസ് 1s2 ഈസ് ഈക്വൽ ടു 24. ഇനി നമ്മൾ തേർഡും ഫോർത്തും ഇക്വേഷൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. x1 x2 s1 s2 2 4 1 0 8 6 0 1. കാരണം x1 2 8 ആണ്, x2 4 6, s1 1 0, s2 0 1. അപ്പൊ xb എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടലാണ് നമ്മൾ xb എന്ന് പറയുന്നത്. xb 12ഉം 24ഉം. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, അടുത്ത ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ചെയ്യണം. z ഈസ് ഈക്വൽ ടു 14x1 പ്ലസ് 10x2. നേരത്തെ ചെയ്ത പോലെ s1ഉം s2ഉം എവിടെയും കൊടുക്കണം? മാക്സിമത്തിൽ. s1ഉം s2ഉം രണ്ടും 0 ആണ് കൊടുക്കുക. കാരണം അതിനെ കുറിച്ചിട്ടൊന്നും പറയുന്നില്ലല്ലോ. 14x1 പ്ലസ് 10x2 പ്ലസ് 0s1 പ്ലസ് 0s2. സോ ഇതിന്റെ വാല്യൂ കോസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ വാല്യൂ 14 10 0 0. ഇനി നമ്മള് ഫസ്റ്റ് ടാബിൾ 1 ഇനീഷ്യൽ സിംപ്ലക്സ് മെത്തേഡ് 7 ചെറിയ കോളം ഒരു വലിയ കോളം. ഫസ്റ്റ് കോളം ബി, സെക്കൻഡ് കോളം സി, നെക്സ്റ്റ് എക്സ് ബി, നെക്സ്റ്റ് ഫോർത്ത് കോളം x1, ഫിഫ്ത്ത് കോളം x2, സിക്സ്ത് കോളം s1, സെവൻത് കോളം s2. ലാസ്റ്റ് കോളം റീപ്ലേസ്മെന്റ് റേഷ്യോ തീറ്റ കൊണ്ടാണ് പറയുക. സോ റീപ്ലേസ്മെന്റ് റേഷ്യോ എന്ന് പറയുന്നത് xb ഡിവൈഡ് ബൈ x1. അപ്പൊ നമ്മൾ അതിന്റെ വേരിയബിൾസ് എഴുതും x1ഉം s2ഉം. s1ഉം s2 എപ്പോഴും 0 ആയിരിക്കും. ഇവിടെ പറഞ്ഞിട്ടുണ്ട് താഴെ. xb നമുക്ക് തന്നതാണ് 12ഉം 24ഉം. x1 നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് കൺസ്ട്രെയിൻസിന് 2ഉം 8ഉം. s2 തന്നിട്ടുണ്ട് 4ഉം 6ഉം. s1 നമ്മൾ ചെയ്തു വെച്ച ആദ്യം 1ഉം 0ഉം, s2 0 1ഉം. സോ നമുക്ക് റീപ്ലേസ്മെന്റ് റേഷ്യോ കാണാം. 12 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 6. 24 ഡിവൈഡ് ബൈ 8 ഈസ് ഈക്വൽ ടു 3. അപ്പൊ നമ്മൾ ഏരോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിനിമം റേഷ്യോന്റെ മുകളിൽ ഒരു ഏരോ ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് അടുത്ത കാണേണ്ടത് CJ ആണ്. CJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോസ്റ്റ് ഓഫ് എലിമെന്റ് ആണ്. ഇവിടെ ടീച്ചർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ CJ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതിന്റെ എലിമെന്റ്സ് ആണ്. അപ്പൊ ആ എലിമെന്റ്സ് സമ്മല്ല, പക്ഷെ അതെന്താണ്? ആക്ച്വലി കോഎഫിഷ്യന്റ് ഓഫ് വേരിയബിൾസിന്റെ എലിമെന്റ്സ് ആണ്. അപ്പൊ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. മാക്സിമം പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 14, x1ന്റെ 14, x2ന്റെ 10, s1 s2 0 ആണ്. ZJ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിന്റെയും വാല്യൂവിനെ C കോളം കൊണ്ട് x1 കോളം മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കേസ് C കോളം കൊണ്ട് x2 കോളം മൾട്ടിപ്ലൈ ചെയ്യാം. മൂന്നാമത്തെ കേസ് C കോളത്തിന് s1 കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നാലാമത്തെ കേസ് C കോളത്തിന് s2 കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ് വരിക. അതുകൊണ്ട് ZJ നമുക്ക് എടുക്കാം, 0 ആണ് എടുക്കാം. ഇനി അടുത്തത് നമുക്ക് എന്ത് കാണണം? ഇൻഡെക്സ് റോ കാണണം. ഇക്വേഷൻ ഇതാ. ഇൻഡെക്സ് റോ ഈസ് ഈക്വൽ ടു CJ മൈനസ് ZJ. 14 മൈനസ് 0 14, 10 മൈനസ് 0 10, 0 മൈനസ് 0 0, 0 മൈനസ് 0 0. സോ അതിന് താഴെ 14 താഴെ ഞാനൊരു ഏരോ ഇട്ടിട്ടുണ്ട്. ഇൻകമിംഗ് വെക്ടേഴ്സ്, അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഇൻകമിംഗ് വെക്ടേഴ്സിന് ഏരോ ഇട്ട് കാണിക്കും. ഇനി എലിമെന്റ്, അതിൻ്റെ അകത്ത് ഏറ്റവും നല്ല എലിമെന്റ് s2ലെ x1ലെ 8 ആണ്. അപ്പൊ നമ്മൾ വലിയ എലിമെന്റ് ആ 8നെ നമ്മൾ എലിമെന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എലിമെന്റ് ഈസ് മാർക്ക്ഡ് ബൈ ബോക്സ്. ബാക്കി തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ബാക്കിയൊക്കെ അത് അതിന്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് ആണ്. കീ എലിമെന്റ് 8 ആണ്. അപ്പൊ കീ എലിമെന്റ് നോക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. അപ്പൊ കീ എലിമെന്റ് 8 ആണെങ്കിൽ കൺവേർട്ട് ദ കീ എലിമെന്റ് ഇൻ ടു 1. കീ എലിമെന്റിനെ നമുക്ക് എന്താക്കി മാറ്റണം? 1 ആക്കി മാറ്റണം. ആൻഡ് അതർ എലിമെന്റ്സ് ഓഫ് കോളം 0. എന്നിട്ട് 0 ആക്കിയിട്ട് കീ എലിമെന്റിനെ 1 ആക്കാം. കീ എലിമെന്റിനെ 1 ആക്കണമെങ്കിലോ 8 എന്ന് പറയുന്ന എലിമെന്റിനെ 1 ആക്കാൻ എന്താ ചെയ്യുക? 8 ഡിവൈഡ് ബൈ 8 കൊടുത്ത് എന്താവും? 1 ആവും. സോ ഓൾ എലിമെന്റ്സ് ഓഫ് സെക്കൻഡ് റോ ഷുഡ് ബി ഡിവൈഡ് ബൈ 8. അപ്പൊ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സെക്കൻഡ് റോ നമുക്ക് XB എന്ന് പറയുന്ന എലിമെന്റ് കോളത്തിനൊന്നും മാറ്റാൻ വരുത്താം. XB നമ്മളിതാ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഈ കോളമാണ് XB ആയിട്ട് എടുക്കുക. പിന്നെ ഇതാ 6ഉം 3ഉം. ഓക്കെ, അവിടെ നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. കാരണം ഫസ്റ്റ് റോന്റെ XB 6ഉം സെക്കൻഡ് റോന്റെ XB 3ഉം ആണ്. അതിന് മാറ്റമൊന്നും. x1 മുതൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 8 ഡിവൈഡ് ബൈ 8 1,
x2 6 divided by 8 3 by 4. s1 0 divided by 8 0. s2 1 divided by 8 1 divided by 18. അപ്പം നമ്മൾ വാല്യൂ ഇടും. ഫസ്റ്റ് റോയിൽ s1 0, xbക്ക് മാറ്റമൊന്നുമില്ല 6 നേരത്തെ കണ്ടുപിടിച്ചാണല്ലോ. x1 0, x2 10 by 4. സോറി, സെക്കൻഡ് റോ ആണ് ഇപ്പൊ പറയുന്നത്. സെക്കൻഡ് റോയില് xbക്ക് മാറ്റമൊന്നുമില്ല 3, x1 1, x2 3 by 4, s2 0, s2 1 by 4. ഇതുപോലെ തന്നെ ഫസ്റ്റ് റോ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇവിടെയുണ്ട് ഫസ്റ്റ് റോ എന്ന് പറയുന്നത്. ഫസ്റ്റ് റോനെ നമ്മൾ എന്താക്കി മാറ്റണം? ഓക്കെ, ഫസ്റ്റ് റോയിലെ മിനിമം വാല്യൂ എത്രയായിരുന്നു? ഇതാ 2 is the first minimum value of first row, അല്ലെ 2 is the മെയിൻ വാല്യൂ, അല്ലെങ്കിൽ അതിനകത്തെ ഏറ്റവും വലിയ വാല്യൂ അല്ലെങ്കിൽ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാ? 2 ആണ്. അപ്പോൾ ഫസ്റ്റ് റോയില് ആ 2നെ 0 ആക്കി കട്ട്, ഒന്നിനെ 0 ആക്കേണ്ടത്. അപ്പോൾ 0 ആക്കി, 1 ഓൾറെഡി നമ്മൾ ആക്കി. ഇനി അടുത്ത 0 ആക്കണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താവും? സോറി, കൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0 ആവും. അപ്പം നമുക്ക് ഫസ്റ്റ് റോനെ എന്ത് ചെയ്യാം? -2 വെച്ചിട്ട് ചെയ്യാം. സോ XB എന്ന് പറയുന്നത് -2 × 3 + 12 = 6. XB ചെയ്യണമെന്നില്ല, വെറുതെ ചെയ്യുന്നതാണ്. -6 + 12 = 6. ഇനി x1 എന്ത് വരും? -2 × 1 + 2 = 0 വരും. x2 -2 × അവിടെ x1ന്റെ അപ്ലൈ 3 by 4 + 4 = 10 by 4. s2 എന്ന് പറയുന്നത് -2 × 0 + 1 1. s2 എന്ന് പറയുന്നത് -2 × 1 by 8 + 0 = -1 by 4. വാല്യൂ കിട്ടി. നമ്മളിവിടെ ഫസ്റ്റ് റോയിൽ എഴുതും. xb 6 ആണ്, x1 0, x2 10 by 4, s1 1, s2 -1 by 4. അപ്പം ഫസ്റ്റ് റോവും സെക്കൻഡ് റോ എഴുതി. ഇനി നമ്മൾ സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ എഴുതും. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റി എഴുതുന്നത്. പക്ഷെ കോളം നേരത്തെ പറഞ്ഞതുപോലെ 1 മുതൽ 7 8 കോളം വരെ എഴുതും. b1 ഫസ്റ്റ് കോളം, c സെക്കൻഡ്, xb തേർഡ്, x1 ഫോർത്ത്, x2 ഫിഫ്ത്ത്, s1 സിക്സ്ത്, x2 സെവൻത്. ലാസ്റ്റ് കോളം റീപ്ലേസ്മെന്റ് റേഷ്യോ കോളം, അവിടെ ഒന്നും എഴുതണമെന്നില്ല. സോ s1 = റോ ബേസിലാണ് ടീച്ചർ വായിക്കുന്നത്. c കോളത്തിൽ 0, xbയിൽ 6, x1 0, x2 10 by 4, s1 1, s2 -1 by 4. ഇനി x1 c 14, xb 3, x1 1, x2 3 by 4, s2 0, s2 1 by 4. cj നമ്മൾ അതിൻ്റെ പ്രോഫിറ്റ് ആണ്. ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 14, s2 10, s1 s2 0. ഇനി zj ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. zj കാൽക്കുലേറ്റ് ചെയ്താണ്. zj എന്ന് പറഞ്ഞാൽ വാല്യൂ ഓൺ കോളം c ഇൻറ്റു വാല്യൂ ഓഫ് എക്സ്, കോളം എക്സ്. നെക്സ്റ്റ് കോളം c ഇൻറ്റു x2 കോളം. ഇവിടെ ചെയ്തിട്ട് x1 എന്ന് പറയുന്നത് 0 × 0 + 14 × 1 = 40. x2 കിട്ടുന്നത് 0 × 10 by 4 + 14 × 3 by 4, 42 divided by 4. s1 എന്ന് പറയുമ്പോൾ 0 × 1 + 14 + 0, 14 × 0 0. s2 0 × 1 - 1 by 4 + 14 × 1 by 4 = 14 divided by 8. അപ്പം നമുക്ക് വാല്യൂ കിട്ടി. zj x1 14, x2 42 divided by 4, s1 0, s2 14 divided by 8. നമ്മളതിവിടെ എഴുതും. ഇതാ zj x1 14, x2 42 divided by 4, s1 0, s2 14 divided by 8. സോ ഇറ്റ്സ് എ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളതിനെ ഇൻഡെക്സ് റോ = cj - zj. 14 - 14 0, 10 - 42 divided by 4 -1 by 2, 0 - 0 0, 0 - 14 divided by 8 = -14 divided by 8. So the objective value നമുക്ക് കിട്ടുക എത്രയാ? അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ വരിക there is no positive index row value, that is therefore optimal solution. Column B and XB value solution S1 and X1 is equal to 6 3. So S1 is equal to 6, X1 3 ആണ്. അതർ 2 വേരിയബിൾസ്, 2 വേരിയബിൾസ് കൂടാണ് മറ്റ് 2 വേരിയബിൾസും എടുക്കണം എന്ന് പറയുന്നുണ്ട്. S1 ഉം S2 എടുക്കാം.
So R column, B column, therefore are 0. So the solution of original value S1 is equal to 3, S2 is equal to 0 ആണ്. Maximum value Z is equal to 14x plus 10x2. That is 14 into 3 plus 10 into 0 is equal to 42. അപ്പോൾ final opinion പറയാം. The company may produce 3 units of P and 0 units of Q or to earn the maximum profit is 42. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാഫിക്കൽ മെത്തേഡ് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് ചെയ്ത് ഇത് കുറച്ചും കൂടി ടൈം എടുത്ത് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ 42 യൂണിറ്റ് നമുക്ക് 42 രൂപ പ്രോഫിറ്റ് കിട്ടും. എങ്ങനെയാണെങ്കിൽ 3 യൂണിറ്റ് പിയും 0 യൂണിറ്റ് ക്യൂവും ചെയ്യുകയാണെങ്കിൽ 42 രൂപ പ്രോഫിറ്റ് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അടുത്ത പ്രോബ്ലം ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.